ഒരു റിവ്യൂവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചിട്ട് അങ്ങനെ തകർന്നു പോകുന്നതല്ല സിനിമകൾ. അദ്ദേഹത്തിന്റെ വ്യൂ പറയുന്നു. എത്രയോ സിനിമകൾ അദ്ദേഹം അതുപോലെ ആൾക്കാരും പറയുന്നത് ഓടുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ കാണുന്ന ഒരു എനിക്കിഷ്ടപ്പെടുന്നൊരു സിനിമ ചിലപ്പോൾ താങ്കൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചിലപ്പോൾ മറിച്ച അഭിപ്രായം പറയും. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ നമ്മളൊരു പോസിറ്റീവായിട്ട് എടുക്കണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ ഇദ്ദേഹത്തിന് ഇത്ര വേദനിക്കാൻ കാരണം ഇദ്ദേഹം ഒരു 2 വർഷമായിട്ട് ഇതിന്റെ പുറകിൽ നടന്ന, കാരണം ഒരു സിനിമ റിലീസ് ചെയ്യാന്ന് പറയുന്നത്തെ കാലത്ത് വളരെ വളരെ പണിപ്പെട്ട ഇതാണ്. കാരണം ഞാൻ 94 സിനിമ അഭിനയിക്കാൻ വന്ന ആ വർഷം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ് ഞാൻ. അന്നൊക്കെ വളരെ ഈസിയാണ് ഈ കാര്യം. അന്ന് നമുക്ക് നിങ്ങളുടെ കയ്യിലിരുന്ന കാശൊക്കെ കണ്ടിട്ട് എനിക്ക് പടം കൊടുക്കാം. അലിയുടെ കയ്യിൽ ഇത്ര പൈസ ഉണ്ടെന്ന് കണ്ടിട്ട്, എന്റെ സുഹൃത്താണല്ലോ, എനിക്ക് പടം കൊടുക്കാം. ഇന്നത് നടക്കില്ല. ഇന്ന് അവസാനം ഇപ്പൊ ഒരു സിനിമ ഇറങ്ങാൻ അനൗൺസ് ചെയ്തൊരു സിനിമയുടെ കാര്യമൊക്കെ ഞാൻ പറയും. ഇപ്പൊ നമ്മള് ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചാൽ അതിന്റെ പോസ്റ്റർ ഒട്ടിക്കാനുള്ള പശയുടെ കാശ് മുതല് കണ്ടിട്ട് വേണം ഇറങ്ങാൻ. കാര്യം മാറിപ്പോയി. അപ്പോ ഇറങ്ങുന്ന എല്ലാ സിനിമകളെയും നമ്മള് ഈ പറയുന്ന പോലെ ഇത് ഇദ്ദേഹത്തിന്റെ വേദനയാണ് ഈ പറഞ്ഞത്, പ്രൊഡ്യൂസറുടെ ഇവരുടെ. അപ്പൊ അതിന്റെ ഒരു എഫർട്ട് ഉണ്ടല്ലോ, ആ എഫർട്ടിനെ നമ്മൾ കളിയാക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു, പക്ഷെ അതൊരു കൊഞ്ഞണം കുത്തുന്ന രീതിയിൽ അഭിപ്രായം പറയരുത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ കുട്ടി എന്നോട് ചോദിച്ചു, ഇപ്പൊ അഭിനയത്തിലൊക്കെ വളരെയധികം മാറിയിട്ടുണ്ടല്ലോ. ഞാൻ അതിലേക്ക് തന്നെ വരികയാണ്. കാരണം ഇത് നമ്മളിങ്ങനെ മെനിക്കി കൊണ്ടുവരുന്ന സംഭവമാണല്ലോ. ആദ്യമേ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇത് കുറെ കഴിയുമ്പോഴാണ് അതിലേക്ക് വരുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ളൊരു അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് കളിയാക്കരുത്. എനിക്കൊരു ഒരു ബൗണ്ടറി ഉണ്ട്, അതിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അത്ര കാരണം ഇവരുടെ എഫർട്ടൊക്കെ നമ്മൾ കുറെ കണ്ടതാണ്. കാരണം ആ ഒരു സിനിമ പുറത്തിറക്കാന്ന് പറഞ്ഞാൽ വളരെ ഇതുള്ള പണിയാണ്, ഇല്ലേ? ഇപ്പൊ തന്നെ സിനിമകൾ തന്നെ ഇതുപോലെ പല ആൾക്കാരും പലത് പറഞ്ഞു നമുക്ക് സിനിമകൾ ഇല്ലാതെയായി കേരളത്തില്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഓക്കെ, ചോദിച്ചോളൂ. ഫൈറ്റിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. ആദ്യമേ പാട്ടിലാണെങ്കിലും ഫൈറ്റും എല്ലാം വലിയ ഡിമാൻഡുകൾ വെക്കുന്നുണ്ട്. ആ ഫൈറ്റ് സീനുകളിലേക്ക് വീണ്ടും പണ്ടും ഫൈറ്റ് ഇടികൊള്ളാൻ വേണ്ടി മാത്രം, പണ്ട് കഥകളുണ്ട്, ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരം പോയി ഫ്ലൈറ്റിൽ പോയി ഇടി മേടിക്കുക, പിന്നെ തിരിച്ചങ്ങോട്ട് പോകാറുള്ളത്. പക്ഷെ ഇത് വേറെ രീതിയിലേക്ക് ഇപ്പൊ സിനിമ മാറി. പണ്ട് ഫൈറ്റ് മാസ്റ്റർ മാത്രം ഏൽപ്പിക്കുന്നു, ഇപ്പൊ ഡയറക്ടറും ഭയങ്കര ഇൻവോൾവ് ആവുന്നു. ഈ ഫൈറ്റ് സീനുകൾ എടുക്കുമ്പോൾ ബാബുച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു തൃപ്തി തരുന്നുണ്ടായിരിക്കും. അത് തീർച്ചയായിട്ടും തൃപ്തി തരുന്ന ആൾക്കാരത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ പിള്ളേര് യങ്സ്റ്റേഴ്സ് ഒരു റോപ്പിൽ ചെയ്യുന്ന ഒരു സാധനം അവർ കണ്ടുപിടിക്കുന്നുണ്ട്. അത് റോപ്പാണെന്ന് പറയാൻ അങ്ങനത്തെ ഉള്ള പിള്ളേരുടെ മുമ്പിലേക്കാണ് നമ്മൾ ഈ സിനിമയായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ റിയലായിട്ട് ചെയ്യുന്ന കാര്യം, ഇപ്പൊ ഞാനൊക്കെ ഫൈറ്റ് ചെയ്ത 2 കൈ പിടിച്ചിട്ടുള്ളതാണ്. എനിക്ക് കണ്ടമാനം പരിക്കുകൾ പറ്റിയിട്ടുള്ള. ഞാൻ അതൊന്നും ഈ അവസരത്തിൽ പറഞ്ഞാൽ അന്ന് ഫൈറ്റിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഫൈറ്റ് ചെയ്ത് വീണ് ലാസ്റ്റ് ബോധം കെട്ട് കിടക്കുന്ന അവസരത്തിലാണ് ആ സിനിമ മതി എന്നും പറഞ്ഞിട്ട് അന്നത്തെ പ്രൊഡ്യൂസർ പോയത്. എന്നൊരു ആശുപത്രി പോലും കൊണ്ട് അവർ അഡ്മിറ്റ് ചെയ്തില്ല, അവിടെ ഉപേക്ഷിച്ചിട്ട് പോയിരുന്നു. ഞാൻ സിനിമയുടെ പേരൊന്നും പറയുന്നില്ല. അപ്പൊ അത് അന്നത്തെ കാലം. ഇന്നത് മാറിയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പള്ളിച്ചട്ടം, ഇപ്പൊ ഞാൻ ലാസ്റ്റ് ചെയ്ത പടം, എന്തൊരു എഫർട്ടാണ് അവർ എടുക്കുന്നത് ആ പടത്തിന് വേണ്ടിയിട്ട്. ആ ഓരോ ഫൈറ്റിൽ ഓരോ ഷോട്ടിന് വേണ്ടി എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ പല മാസ്റ്റർമാരുണ്ട്. എല്ലാം എന്റെയൊക്കെ അസിസ്റ്റൻസ് പിള്ളേരാണ് ഇപ്പോഴത്തെ വലിയ മാസ്റ്റർമാർ. ഞാനൊക്കെ ഇടികൊണ്ട് നടക്കുന്ന സമയത്ത് ഈ താരായ മാസ്റ്ററിനെ, സുബ്രഹാം മാസ്റ്ററിന്റെയും കനൽക്കണ്ഠൻ മാസ്റ്ററിന്റെയൊക്കെ അസിസ്റ്റൻസ് ആയിരുന്നു ഇന്നത്തെ വലിയ മാസ്റ്റർമാര്. അപ്പൊ അവരൊക്കെ ഇന്ന് പറയുന്ന ഷോട്ടുകളും അവരിന്ന് വെക്കുന്ന കാര്യങ്ങളും അതിനു വേണ്ടി ഇവര് ചെയ്യുന്ന എഫർട്ടുകളും, ഇന്നിപ്പോ ഏതൊരു സെറ്റിൽ ചെന്നാലും നമ്മൾ ഒരു ക്രെയിൻ ഇല്ലാത്ത സ്ഥലമില്ല, ഒരു ട്രാക്ടർ ഇല്ലാത്ത സ്ഥലമില്ല, മറ്റേ എയർ, അതുപോലെ തന്നെ കാണുന്ന ഫെസിലിറ്റീസ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഞാനൊക്കെ 4ാം നിലയുടെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്ത് വലയിലേക്കാ, പറഞ്ഞ് വിശ്വസിക്കൂ. മാന്ത്രിക കുതിര എന്ന് പറഞ്ഞ സിനിമയില് ലാലു അലക്സേട്ടനടക്കം ഇങ്ങനെ വല പിടിച്ചേക്കാം. ഞാൻ 4ാം നിലയുടെ മുകളിൽ നിന്ന് താഴേക്ക് കിടന്ന് അന്നൊരു ബലൂണോ റോപ്പോ ഒന്നുമില്ല, ആ വലയിലേക്ക് കഴിഞ്ഞ് കാലൊടിഞ്ഞു. അത് എപ്പോഴായിരിക്കും ആ സാധനം എടുക്കുന്നത്? അവസാനം ലൈറ്റ് പോകുന്ന സമയത്ത് 6 മണിക്ക്. ഫിലിം ഉണ്ടാവില്ല, ഒരു 250 അടി ഫിലിമായിരിക്കും. അപ്പൊ പലപ്പോഴും ശശിമാസ്റ്റർ എടുത്ത് പറയും, ബാബു സ്റ്റാർട്ട് ക്യാമറ ഇല്ല, സ്റ്റാർട്ട് ക്യാമറയിലാണ് ആക്ഷൻ എന്ന് പറയാൻ ഫിലിമില്ല. സ്റ്റാർട്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ ചാടിക്കൊള്ളണം, ആക്ഷൻ എന്ന് പറയുമ്പോൾ അത്രയും ഫിലിം പോകും. അങ്ങനെ സിനിമ ചെയ്ത് വന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ ഇപ്പൊ എന്തെല്ലാം ഫെസിലിറ്റീസ്. പണ്ട് അതുപോലെ തന്നെ കയറി കെട്ടിപ്പൊക്കുന്ന സാധനത്തിനൊക്കെ ഒരു തോർത്ത് വെച്ചൊക്കെ കെട്ടിയിട്ട്, ഒരു തോർത്തിങ്ങനെ കെട്ടിയിട്ടാണ് ഈ കുളത്തിലിട്ട് പൊക്കണത് നമ്മള്. അപ്പൊ മോളിൽ ചെറുപ്പം ശ്വാസം മുട്ടും. അതൊക്കെ മാറി. അപ്പൊ അതിനുള്ള ഫെസിലിറ്റീസ് വന്നു.
അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ പ്രൊഡ്യൂസർ ഒരു പടത്തിന് വേണ്ടി കാശ് മുടക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം, പണ്ടൊക്കെ എന്താണ് കേരളത്തിൽ ഈ കോമഡി സിനിമകൾ മാത്രം ഉണ്ടായിക്കൊണ്ടുവന്നത്. കോമഡി സിനിമകൾക്ക് വളരെ എളുപ്പമാണ്, കാരണം ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാക്കി കോമഡി പറഞ്ഞ ആൾക്കാർ ചിരിച്ചോളും. പക്ഷെ ഒരു ആക്ഷൻ സംഭവത്തിലേക്ക് വരുമ്പോൾ ഒരു കാറ് പൊട്ടണമെങ്കിൽ കാറ് പൊട്ടണം, ആ കാറിന് കാശ് ചിലവാക്കണം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഏരിയ, ഞാൻ നാളെ പറഞ്ഞു, നമുക്കൊരു 14 സ്റ്റേഷനിൽ ഉണ്ടായുള്ളൂ. 14 റിലീസിംഗ് സ്റ്റേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ സിനിമ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറിപ്പോയി. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കോവിഡ് കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ ഇവിടുന്ന് ഉത്തരാഖണ്ഡ് വരെ, ഞാനിപ്പോ ഇന്നാള് പോയപ്പോ ഉത്തരാഖണ്ഡിൽ ഡെറാഡൂണിൽ നമ്മുടെ പടം കളിക്കുന്നു. സന്തോഷമായി. മലയാള സിനിമ അവിടം വരെ എത്തി. അപ്പൊ അങ്ങനെ വലിയൊരു അംഗീകാരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഫൈറ്റ് എന്ന് പറഞ്ഞ ഈ പടത്തിൽ 11 ഫൈറ്റ് ഉണ്ട്. ആ 11 ഫൈറ്റിലും ഈ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ കട്ടക്കുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ക്യാമറമാനും അതുപോലെ തന്നെ അതിന്റെ കാശ് മുടക്കാൻ പ്രൊഡ്യൂസറും. ഏതൊരു ഡയറക്ടർക്കും സ്വപ്നം കാണാന്നേ, ഒരു ആർട്ടിസ്റ്റിനും സ്വപ്നം കാണാം. പക്ഷെ അത് പ്രാക്ടിക്കൽ ആകണമെങ്കിൽ അതിന്റെ പുറകെ ഒരു പ്രൊഡ്യൂസർ വേണം, സ്ട്രോങ് പ്രൊഡ്യൂസർ വേണം. ഞാൻ എടുത്തു പറയുന്നു, അണ്ടർലൈൻ ചെയ്ത് പറയുന്നു, മുടങ്ങണ കാശിന് ഒരു ട്യൂബ് അടിച്ച് പൊട്ടിച്ചാൽ ആ ഷോട്ട് ഒക്കെ അല്ലെങ്കിൽ കാശ് പോയി. ശരിയല്ലേ? അപ്പൊ അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അതാണ് ഞാൻ താങ്കളെ വിളിച്ചുകൂടി കിട്ടിയത്. കാരണം ഇതുപോലെ കാശ് മുടക്കി ഒരു പടം ചെയ്യാൻ ചങ്കൂറ്റമുള്ള ഒരാളെന്നെ പറഞ്ഞത് അതുകൊണ്ടാണ്. അല്ല, ട്യൂബ് പോട്ടെ, പല സാധനം തകർന്നിട്ടുണ്ട്. ട്യൂബ് ഇപ്പൊ ഇത്രയാവുള്ളൂ. ബാബുചേട്ടന് ട്യൂബ് പൊട്ടിച്ചോണ്ട് അതാ കറക്റ്റായിട്ട് മലയാളി സിനിമയില് കഥാപാത്രങ്ങൾ മോശം വാക്കുകൾ പറഞ്ഞു വലിയ ആരോപണമുണ്ട്. മലയാളം, അതായത് സിനിമയിൽ കഥാപാത്രങ്ങൾ മോശം വാക്കുകൾ പറയാൻ പാടില്ല. പക്ഷേ സിനിമയിൽ കഥാപാത്രങ്ങൾ മോശം വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അപരാധമാണ്.